ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നത്തേതിനേക്കാളും ഭയങ്കര സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിശേഷപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇന്ന്. ദശമിയാണ്, നാളെ ഏകാദശിയാണ് അല്ലേ. അപ്പോൾ കാലത്ത് നേരത്തെ കുളിച്ച് മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. മനസ്സിന് എന്തൊരു കുളിർമയാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് കുളിർമ. മനസ്സിന് എന്തൊരു തണുപ്പാണ്, എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്നറിയോ. അത് അനുഭവിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് അനുഭവിക്കുന്ന എത്രയോ അധികം ആൾക്കാരുണ്ടാവും, ഭഗവാന്റെ ഭക്തരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏകാദശി നോക്കുമ്പോൾ ദശമിക്കും ദ്വാദശിക്കും പ്രാധാന്യം കൊടുക്കണം എന്നല്ലേ പറയുക. അപ്പോൾ ഇന്ന് ഒരിക്കലൂണാണ്, നാളെ ജലപാനം പോലും ഒഴിവാക്കിയാൽ അത്രയും പുണ്യം എന്നാണ് പറയുക. അതിന് സാധിക്കുമോ എന്നറിയില്ല. ഭഗവാൻ അതിനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് വൈബാണ്. ഈ ഒരു സന്തോഷം വേറെ ഒന്നിനും തരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗ് ആണിത്. അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ ഒരു സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മറുജന്മങ്ങൾ, അതായത് ഇനിയും ജന്മങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കി നമുക്ക് മോക്ഷം തരുന്ന ഭഗവാനാണ് എന്നാണ് പറയുക. അപ്പോൾ സുഖവും ദുഃഖവും ഒക്കെ ഒരേമാതിരി കണ്ടിട്ട് ജീവിച്ച് മരിക്കുന്നവർക്കാണ് അങ്ങനെ മോക്ഷപ്രാപ്തിയൊക്കെ കിട്ടുക, ഭഗവാൻ കൊടുക്കുക. പക്ഷെ അത്രത്തോളം ഒന്നും എത്താൻ നമ്മൾ മനുഷ്യരാണ്, പ്രയത്നിക്കും. പക്ഷേ എത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഒരു തരുമ്പെങ്കിലും അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അത് എത്ര വലിയ പുണ്യമാണ് ഈശ്വര. അപ്പോൾ ഏകാദശി നോറ്റാൽ എത്രയോ ജന്മങ്ങളിലെ പാപങ്ങൾ നമുക്ക് ഇല്ലാതെയാവും. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ ഇല്ലാതെയാവും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, സന്തോഷം നിറഞ്ഞ സമാധാനത്തോടു കൂടി അനുഗ്രഹാശിസ്സുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടാനുള്ള ഒരു നല്ലൊരു ദിനമാവട്ടെ നാളെ എന്നുള്ളത് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഭഗവാന്റെ എന്താ പറയുക, ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് നമ്മളെല്ലാവരും മൊബൈൽ നോക്കുന്നവരാണ്. അതൊരു ശീലമായി പോയവർ പോലും ഉണ്ട്. ഞാൻ അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ദിവസങ്ങളിൽ ദശമി, ഏകാദശി, ദ്വാദശിക്ക് നമ്മൾ മൊബൈൽ നോക്കും എന്തായാലും. അപ്പോൾ ഭഗവാന്റെ ഭക്തിഗാനങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കഥകളും ഒക്കെ കേട്ടിരുന്നാൽ എന്താ പറയുക, മനസ്സ് ഡൈവേർട്ട് ആകാതെ ഭഗവാനെ തന്നെ സ്മരിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ മാക്സിമം ഭഗവാനെ ആലോചിച്ചിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വൈകുണ്ഠ ഏകാദശി വരുന്നുണ്ട്. ഡിസംബർ 31 എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. അപ്പോൾ ഇനി അതും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഏകാദശി വ്രതങ്ങളൊക്കെ നോറ്റിട്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്, പോസിറ്റീവ് വൈബ്. മനസ്സ് നിറഞ്ഞ് എന്താ പറയുക, അത് അനുഭവിച്ചറിയണം, എങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനീ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനൊരുപാട് ഉദാഹരണങ്ങളും എനിക്ക് പറയാനായിട്ടുണ്ട്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കും. പക്ഷെ ചില സമയത്ത് അത് പറയണം, ആ ഒരു അനുഭവം പറയണം. അതിൻ്റെ ഒരു വെമ്പലും കൊണ്ട് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ വീഡിയോ വഴി നിങ്ങളോട് ഇത് പറയുക എന്നുള്ളത് കുഴപ്പമുള്ള കാര്യമല്ല. എങ്കിലും പ്രൈവറ്റായിട്ട് സൂക്ഷിക്കണം എന്നല്ലേ പറയുക. അതിൻ്റെ ഒരു സ്വകാര്യ സുഖമായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, അദ്ദേഹത്തിനെ വിചാരിച്ച് മനസ്സിരുത്തി അദ്ദേഹത്തിനെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരിക്കലും കൈവിടില്ല.
അത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ, പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സ്മരിച്ച് മുന്നോട്ട് പോകാൻ നോക്കൂ. നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. ഉണ്ടാവും, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. എപ്പോഴും സുഖത്തിൽ ജീവിക്കാൻ നമുക്കാവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും വല്ലാതെ നമ്മളെ ഏൽക്കാതെ അദ്ദേഹം കൂടെ തന്നെ ഉണ്ടാവും. എല്ലാം നമുക്ക് മറികടക്കാനുള്ള ശക്തി തരും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണേ. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകൾ നിറഞ്ഞ, മനസ്സമാധാനത്തോടു കൂടി മോക്ഷം കിട്ടുന്ന ഒരു ഏകാദശി ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. മനസ്സ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ബൈ.